ചന്ദ്രപക്ഷത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ശാന്തി. കാരണം ആ ശക്തിയുടെ ആകർഷണം അല്ലെങ്കിൽ കാന്തിക വലയം നമ്മെ മറ്റ് വിപരീത ശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അതിൽ നിന്നകലും തോറും മറ്റുള്ള ദുഷ്ശക്തികളുടെ സ്വാധീനം നമ്മിൽ പിടിമുറുക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആ പരമശക്തിയുമായി സദാ ബന്ധം നിലനിർത്തുന്നവനെ വിപരീത ശക്തികൾക്ക് സ്വാധീനിക്കാൻ കഴിയില്ല തന്നെ. വിശാലമായ സമുദ്രത്തിന്റെ ഉപരിതലം തിരമാലകളാൽ സദാ മുഖരിതമാണ്, സദാ സംഘർഷഭരിതമാണ്. ഭീതിജനകമായ തിരമാലകളാണ് പലപ്പോഴും. എന്നാൽ ആഴിയുടെ അടിത്തട്ടിൽ, അഗാധതയിൽ തികച്ചും ശാന്തത, നിശ്ചലാവസ്ഥ. ഉത്സവപ്പറമ്പുകളിലെ കറങ്ങുന്ന ജയന്റ് വീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ഉല്ലാസകരമെങ്കിലും അതിൽ കറങ്ങുന്നവർ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നു. അസ്വസ്ഥരായി കാണപ്പെടുന്നു. എന്നാൽ അതിൻ്റെ കേന്ദ്രത്തിലെ ബെയറിംഗ് വഹിക്കുന്ന ആ ഷാഫ്റ്റ് അനങ്ങുന്നതേയില്ല. കറക്കത്തിൻ്റെ ശക്തി ആ ഷാഫ്റ്റിൽ നിന്ന് ദൂരേക്ക് കൂടി വരുന്നത് കാണാം. ഏറ്റവും അറ്റത്താണ് ചലനത്തിൻ്റെ വേഗത പരമാവധി അനുഭവപ്പെടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അകലും തോറും അരക്ഷിതാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഈശ്വരനാണ് ഈ കാണായ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു. അല്ലെങ്കിൽ അതിനെല്ലാം കാരണമായി വർത്തിക്കുന്ന അശക്തി വിശേഷം. അതിനോട് ചേർന്ന് നിന്നാൽ ശാന്തത, അതിൽ നിന്ന് അകലും തോറും അശാന്തി. അതുകൊണ്ട് നമ്മുടെ സ്ഥാനം ഈശ്വരനോട്, ആ കേന്ദ്ര ബിന്ദുവിനോട് ചേർന്നാവട്ടെ. ഭക്തിയും ആചാരാനുഷ്ഠാനങ്ങളും നമ്മെ